ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ആദ്യം അത് നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കണം, അല്ലേ? ശരിയല്ലേ? താങ്കൾക്ക് സ്കില്ലുണ്ടെങ്കിൽ താങ്കൾ അത് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടാണ് അവരെ ശക്തമാക്കുന്നത്. താങ്കൾ അവർക്ക് സ്കിൽ നൽകുന്നു. താങ്കളുടെ പക്കൽ ധനമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അവരെ സാമ്പത്തികമായി ശക്തമാക്കാൻ കഴിയും. എന്നാൽ ഈ സമയത്ത് നമുക്ക് ചുറ്റുമുള്ളവർക്കും നമ്മുടെ കുടുംബത്തിനും വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വൈകാരിക ക്ഷമത അഥവാ ഇമോഷണൽ ഹെൽത്ത്. ഇതാണ് എല്ലാവർക്കും നിങ്ങളിൽ നിന്നും ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഇമോഷണലായി ഹെൽത്തി ആണോ അല്ലയോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? വൈകാരിക ക്ഷമത ഉണ്ടോ എന്ന് എങ്ങനെ അറിയാനാവും? എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ? ഇതറിയാനായി നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടച്ചിരിക്കാം. എന്നിട്ട് സ്വന്തം ഇമോഷണൽ ഹെൽത്തിന് ഒരു മാർക്ക് കൊടുക്കാം, ഒരു റാങ്ക് നൽകുക. സ്വന്തം ഇമോഷണൽ ഹെൽത്ത് മാത്രമേ നോക്കാവൂ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കരുത്. ഏതെല്ലാം ഘടകങ്ങളാണ് സ്വന്തം ക്ഷമതയെ ഉയർത്തുന്നത് എന്ന് നോക്കുക. അതിനൊരു മാർക്കും നൽകുക. മറ്റാരെയും നോക്കരുത്. 1 മുതൽ 10 വരെയുള്ള മാർക്കാണ് നൽകേണ്ടത്. 1 മാർക്ക് നൽകിയാൽ വൈകാരിക ക്ഷമത വളരെ കുറവാണ് എന്നും 10 മാർക്ക് നൽകിയാൽ നിങ്ങളുടെ വൈകാരിക ആരോഗ്യം പെർഫെക്റ്റ് ആണ് എന്നുമാണ് അർത്ഥം. അങ്ങനെ 1നും 10നും ഇടയിൽ ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഗ്രേഡ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലും ഒരു സാഹചര്യം മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാറുണ്ടോ, അതോ ബോധപൂർവമായ ഒരു പ്രതികരണമാണോ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുള്ളത്? എൻ്റെ പ്രതികരണങ്ങൾ സാഹചര്യങ്ങളെ ആശ്രയിച്ചാണോ ഉള്ളത്, അതോ ഏത് തരത്തിലുള്ള സിറ്റുവേഷൻ ആണെങ്കിലും എനിക്ക് എൻ്റെ പ്രതികരണങ്ങളെ ബോധപൂർവം തിരഞ്ഞെടുക്കാനാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 1 മുതൽ 10 വരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സ്കെയിലിൽ വളരെ വലുതോ ഏറ്റവും ചെറുതോ ആയ ഏത് സാഹചര്യം വന്നാലും എനിക്ക് വളരെ സ്റ്റേബിളായും സഹാനുഭൂതിയോടെയും ഇരിക്കാനാവുന്നുണ്ട് എന്നാണ് അർത്ഥം. ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുന്നുണ്ടോ, അതോ ഞാൻ ബോധപൂർവം മറുപടി നൽകുകയാണോ ചെയ്യുന്നത്? റിയാക്ഷൻസ് 3 വിധത്തിലുണ്ട്. ചിന്തകളിലൂടെയുള്ള റിയാക്ഷൻസ്, വാക്കുകളിലൂടെയുള്ള റിയാക്ഷൻസ്, പിന്നെ പെരുമാറ്റത്തിലൂടെയുള്ള റിയാക്ഷൻസ്. എനിക്ക് എൻ്റെ ചിന്തകളെ പെട്ടെന്ന് മറികടക്കാനാവുന്നുണ്ടോ, അതോ എൻ്റെ ചിന്തകൾ നീണ്ടകാലം നിലനിൽക്കുകയാണോ ചെയ്യുന്നത്? ആ സംഭവം എൻ്റെ മനസ്സിൽ എത്ര കാലം നിൽക്കാറുണ്ട്? 1 സെക്കൻഡോ 1 മിനിറ്റോ അതോ 1 മണിക്കൂറോ 1 വർഷമോ? ഏതുവരെ അത് നീണ്ടു നിൽക്കുന്നുണ്ട്? ഡ്യൂറേഷൻ എത്രയാണ്? സിറ്റുവേഷനെ എത്ര സമയമെടുത്താണ് നമുക്ക് മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയാറുള്ളത് എന്ന് നോക്കൂ. ഫോൺ റിംഗ് ചെയ്യുന്നത് പോലും എഫക്റ്റ് ചെയ്യാറുള്ളവരുടെ ഇമോഷണൽ കോഷ്യന്റ് വളരെ ലോ ആണ് എന്ന് വേണം പറയാൻ. ആരെങ്കിലും ഒന്ന് വിളിക്കുന്നതിലൂടെ തന്നെ നമുക്ക് സ്വന്തം മാർക്കിടാനാവും. ഏത് സാഹചര്യമാണെങ്കിലും അതിനോടുള്ള നമ്മുടെ മറുപടികൾ ഓട്ടോമാറ്റിക്കായി വരുന്നതാണോ, അതോ നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ബോധപൂർവമായ പ്രതികരണമാണോ ഉണ്ടാകുന്നത്? ഇവ രണ്ടിൽ ഏതാണ് സാധാരണയായി നടക്കാറുള്ളത്? മൂന്നാമത്തെ ഘടകം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്നെ എത്ര ബാധിക്കാറുണ്ട്? നമ്മുടെ വളരെ ക്ലോസ് സർക്കിളിൽ ഉള്ളവർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്ന കാര്യങ്ങൾ. ഇതിനും 1നും 10നും ഇടയിൽ മാർക്കിടണം. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്കെന്നെ സ്വീകരിക്കാനും സ്നേഹിക്കാനും കഴിയുന്നുണ്ടോ? ഡു ഐ ലവ് മൈസെൽഫ്? അതോ ഞാൻ എന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയാണോ ചെയ്യുന്നത്? അതോ ഞാൻ മറ്റാരെയെങ്കിലും പോലെയായി മാറാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ടോ? അതോ മറ്റുള്ളവർ എന്നെ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത്?
മറ്റുള്ളവരിൽ നിന്നും സ്നേഹവും ആദരവും ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടോ? ഇനി ഈ 4-5 കാര്യങ്ങളുടെ മാർക്ക് കൂട്ടുക. അതിൽ നിങ്ങൾക്ക് 10-ൽ എത്ര മാർക്ക് കിട്ടുന്നു എന്ന് നോക്കണം. ഈ ഒരു ടെസ്റ്റ് ഇടയ്ക്കിടെ ചെയ്തു നോക്കണം. ഇങ്ങനെ ഒരു സ്കാൻ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും എടുക്കാനാവില്ല. ഈ സ്കാൻ നമ്മൾ സ്വയം എടുക്കണം. ഇനി നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചിരിക്കാം. ആരും കണ്ണു തുറന്നു വയ്ക്കരുത്. നമ്മുടെ റിസൾട്ട് മറ്റാരും അറിയാതെ നമുക്ക് നോക്കാം. അതിനാൽ ആരും കണ്ണുകൾ തുറന്നു വയ്ക്കരുത്. എല്ലാവരും കണ്ണടച്ചിരിക്കുകയാണ്. മാർക്കുകൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ കൈ ഉയർത്തണം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, ഇനി പറയൂ. മറ്റുള്ളവർക്ക് ശക്തി പകർന്നു നൽകാനായി എൻ്റെ പക്കൽ എത്ര ശക്തിയാണ് ഉണ്ടാവേണ്ടത്? എൻ്റെ പവർ ഇൻഡെക്സ് എത്രയായിരിക്കണം? മറ്റുള്ളവർക്ക് പവർ നൽകാനായി എൻ്റെ ഇമോഷണൽ കോഷ്യൻ്റ് എവിടെ എത്തി നിൽക്കണമെന്ന് പറയും. നമുക്ക് ജീവിതം 2 ഫ്രീക്വൻസിയിൽ ജീവിക്കാനാവും. ഒന്നാമത്തെ ഫ്രീക്വൻസിയിൽ നമുക്ക് മറ്റുള്ളവർക്കായി പലതും നൽകാനാവും. എന്നാൽ രണ്ടാമത്തെ ഫ്രീക്വൻസിയിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പ്രചോദനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. മറ്റുള്ളവർക്ക് മുന്നിൽ കൈ നീട്ടി ചോദിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് മറ്റുള്ളവരിൽ നിന്നും എന്തെല്ലാമാണ് ആവശ്യമായിട്ടുള്ളത്? നമുക്ക് മറ്റുള്ളവരിൽ നിന്നും സ്നേഹം കിട്ടണം. ലിസ്റ്റ് ഉണ്ടാക്കാം. അറ്റൻഷൻ വേണം. സ്നേഹം, അറ്റൻഷൻ, ആദരവ്, കരുതൽ. പിന്നെ എന്താണ് വേണ്ടത്? മറ്റുള്ളവരുടെ സമയവും വേണം. അവർ നമ്മളെ മനസ്സിലാക്കണം. അവർ നമ്മളോട് ആത്മാർത്ഥത പുലർത്തണം. പണം വേണം. അക്സെപ്റ്റൻസ് വേണം. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? സ്നേഹം, ബഹുമാനം, അക്സെപ്റ്റൻസ്, കരുതൽ, പരസ്പരമുള്ള മനസ്സിലാക്കൽ, ആത്മാർത്ഥത, അൺകണ്ടീഷണൽ ലവ്. പരിമിതികളില്ലാത്ത സ്നേഹവും വേണം. വെറും സ്നേഹമല്ല, പരിമിതികൾ ഒന്നുമില്ലാത്ത സ്നേഹം. വെരി ഗുഡ്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ ക്ലിയറാണ്. സ്നേഹവും ആദരവും ഒക്കെ നിരൂപാധികമായി തന്നെയാണ് നമുക്ക് വേണ്ടത്. അൺകണ്ടീഷണലായി എല്ലാം കിട്ടണം, അല്ലേ? വെരി ഗുഡ്. നമുക്ക് വേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റാണ് ഇത്. ഇനി ഇതിൽ എന്തെല്ലാമാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ റെഡിയായിട്ടുള്ളത്? സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കാൻ റെഡിയാണ്, അല്ലേ? അതായത് ഇവ രണ്ടും മറ്റുള്ളവർക്ക് നൽകാൻ ആവശ്യമുള്ളത്ര നിങ്ങളുടെ പക്കൽ ഉണ്ട് എന്നാണ് അർത്ഥം. മറ്റുള്ളവർക്ക് നൽകാനുള്ള അത്രയധികം താങ്കളുടെ പക്കൽ ഉണ്ട്. സ്നേഹവും നൽകാനാവും, അല്ലേ? ബഹുമാനവും നൽകാനാവും. കെയർ, അറ്റൻഷൻ ഒക്കെ മറ്റുള്ളവർക്ക് നൽകാനുള്ളത്രയും താങ്കളുടെ പക്കൽ ഉണ്ട്. എല്ലാവർക്കും കൊടുക്കാൻ ആവശ്യമായ അത്രയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കണം, വേണം എന്ന് പറയുന്നത്? നമ്മൾ ഏത് സൈഡിലാണ് നിൽക്കുന്നത് എന്നതിനെപ്പറ്റി വളരെ ക്ലിയർ ആയിരിക്കണം. നോക്കൂ, എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വെള്ളം വേണമെന്ന് ഞാൻ പറയുമോ? വെള്ളം തീരുമ്പോൾ മാത്രമേ ഞാൻ എനിക്ക് വെള്ളം വേണമെന്ന് പറയുകയുള്ളൂ. ശരിയല്ലേ? വെള്ളമുണ്ട് എന്നും വെള്ളം വേണമെന്നും ഒരേ സമയം പറയാൻ എനിക്ക് കഴിയില്ല. ഒരു സൈഡിൽ എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, മറ്റേ സൈഡിൽ എനിക്ക് വെള്ളം വേണമെന്നും എങ്ങനെയാണ് പറയാനാവുക? ഒരു സൈഡിലല്ലേ നിൽക്കാൻ കഴിയൂ. നിങ്ങളുടെ പക്കൽ ഉണ്ടോ അതോ ഇനിയും വേണോ? പറയൂ. ആരിൽ നിന്നാണോ നിങ്ങൾ ഇതെല്ലാം ആവശ്യപ്പെടുന്നത് അവരുടെ മുന്നിൽ നിങ്ങൾ കൈ നീട്ടി എനിക്ക് സ്നേഹം വേണം എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവർ ഏത് സൈഡിലായിരിക്കുമെന്ന് നിങ്ങൾക്കറിയുമോ? അവരും പറയും എനിക്കും സ്നേഹം വേണം. ദേ ഓൾസോ സേ ദേ വാണ്ട് ഇറ്റ്.
അതിനുശേഷം നിങ്ങൾ സ്വന്തം മക്കളുടെ മുന്നിലും കൈനീട്ടി നിൽക്കുന്നു. സ്നേഹം യാചിച്ചു നിൽക്കുന്നു. മക്കൾ പറയും, ആദ്യം ഞങ്ങൾക്ക് സ്നേഹം തരും. എല്ലാവരും ജീവിതത്തിൽ ഇങ്ങനെ കൈ നീട്ടി യാചിച്ച് നിൽക്കുകയാണ്. ഐ നീഡ് ഇറ്റ്. ഇത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല. ചെറുപ്പം മുതൽ നമ്മൾ ഇതാണ് പഠിച്ചു വന്നിട്ടുള്ളത്. എനിക്ക് സ്നേഹം വേണം, എനിക്ക് ആദരവ് കിട്ടണം, എനിക്കത് വേണം, ഇത് കിട്ടണം. ഇവയിൽ ഏതിൽ നിന്നാണ് സുഖകരമായ ഒരു ഫീൽ കിട്ടുന്നത്? കൊടുക്കുന്നതിലാണോ കിട്ടുന്നതിലാണോ സുഖം ലഭിക്കുക? കൊടുക്കുന്നതിലാണ് സുഖം, അല്ലേ? അപ്പോൾ നമുക്ക് ഇനി മുതൽ സൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. കംഫർട്ടബിൾ അല്ലാത്ത സൈഡിൽ നമ്മൾ എന്തിനാണ് കൈനീട്ടി പിടിച്ചു നിൽക്കുന്നത്? നമുക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഗിവിങ്. ഇറ്റ്സ് ജസ്റ്റ് വൺ തോട്ട്. ഈ സൈഡിൽ നിൽക്കണോ ആ സൈഡിൽ നിൽക്കണോ എന്ന തീരുമാനം ഒരു ചിന്തയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് വൺ തോട്ട്. എനിക്ക് പലതും വേണം എന്ന ഒരു ഫ്രീക്വൻസിയാണ് നിങ്ങൾ മനസ്സിൽ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ യാചിക്കുന്നവരുടെ സൈഡിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കാണുന്നവരിൽ നിന്നും ഇടപഴകുന്നവരിൽ നിന്നുമൊക്കെ എനിക്ക് സ്നേഹം വേണം, ബഹുമാനം കിട്ടണം, അത് വേണം, ഇത് വേണം എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുക. അവരെന്തൊക്കെ നമുക്ക് നൽകുന്നുണ്ടെങ്കിലും എനിക്കതൊക്കെ എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കിട്ടണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലെ അധിക കാലവും അല്ലെങ്കിൽ മുഴുവൻ കാലവും മറ്റുള്ളവരോട് പലതും ചോദിച്ചുകൊണ്ട് നിൽക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ കൈ നീട്ടി നിൽക്കുന്നതിൽ എനിക്ക് ഒരു ശക്തിയും കാണാനാവുന്നില്ല. വേണമെന്ന് പറയുന്നതിൽ ഒരു ശക്തിയും കാണാൻ കഴിയില്ല. നമ്മൾ ദേവീദേവന്മാരുടെ വളരെ വലിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ അവരുടെ ശക്തികൾ മനസ്സിലാകും. അവർ കൈകൾ ഇങ്ങനെ നീട്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് അവർ കൈ നീട്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അവരെങ്ങനെയാണ് കാണാറുള്ളത്? അവരുടെ കൈകൾ എപ്പോഴും എന്തെങ്കിലും കൊടുക്കുന്ന വിധത്തിലാണ് കാണാറുള്ളത്, അല്ലേ? ദേവീദേവന്മാരെ പൂജിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പറയും, പൂജനീയരായവർ ഇങ്ങനെയാണ്, എല്ലാവർക്കും നൽകുന്നവരാണ് പൂജയ്ക്ക് യോഗ്യരായ ദേവീദേവന്മാർ. നമുക്കും ദേവീദേവന്മാരെ പോലെയാകണം, അല്ലേ? കൈകൾ എപ്പോഴും നൽകുന്ന രീതിയിലാകുമ്പോൾ അവരുടെ ശിരസിന് പിറകിൽ ഒരു വെളുത്ത പ്രകാശവലയം കാണാൻ കഴിയും. ഈ 2 ലക്ഷണങ്ങളാണ് ദേവീദേവന്മാർക്കുള്ളത്. ഒന്ന്, ഒരു വൈറ്റ് സർക്കിൾ എനർജി അവർക്ക് ചുറ്റുമുണ്ടാകും. രണ്ടാമതായി, അവരുടെ കൈകളുടെ പൊസിഷൻ നൽകുന്ന രീതിയിലാണ് ഉണ്ടാവുക. ദാതാക്കളായി എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നവരുടെ ഇമോഷണൽ കോഷ്യൻറ്റും അവരുടെ ഓറയും വൈറ്റ് ആയിരിക്കും എന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ട് നമ്മൾ ഏത് സൈഡിലാണ് നിൽക്കേണ്ടത് എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. 2 സൈഡിലും കൂടി നിൽക്കാൻ കഴിയില്ല. 2ൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുക്കുക തന്നെ വേണം. ചൂസ് വൺ സൈഡ്. നിങ്ങൾ ഏത് സൈഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതിനെ ബേസ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ട് ആദ്യം ഡിസൈഡ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് സൈഡിലാണ് നിൽക്കാൻ ഇഷ്ടം. ഇതാദ്യം ഡിസൈഡ് ചെയ്യുക. നിരൂപാധികമായി എല്ലാം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യാനാണോ നിങ്ങൾക്കിഷ്ടം, അതോ വെറുതെ കുറച്ച് നൽകാനാണോ ഇഷ്ടം? നമുക്ക് നിരൂപാധികമായി സ്നേഹമാണ് എല്ലാവരിൽ നിന്നും വേണ്ടത്. അപ്പോൾ നൽകുന്നതും നിരൂപാധികമായി തന്നെയായിരിക്കണം. വേണ്ടേ? അതെ, അങ്ങനെയാണ് വേണ്ടത്. അൺകണ്ടീഷണൽ അഥവാ നിരൂപാധികം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ഈ ഒരു വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. കേൾക്കുമ്പോൾ നല്ല സുഖവും തോന്നാറുണ്ട്. എനിക്ക് പരിധികളില്ലാത്ത സ്നേഹം ഒരാളിൽ നിന്നും ലഭിക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ എത്ര സുഖകരമാണ്, അല്ലേ? ആരിൽ നിന്നെങ്കിലും നിരൂപാധികമായ സ്നേഹവും ആദരവും എനിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഞാൻ എന്താണോ, എങ്ങനെയാണോ, ഞാൻ എങ്ങനെ പെരുമാറുന്നുവോ, ഞാൻ തെറ്റുകൾ ചെയ്താലും, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്താലും മറുഭാഗത്ത് നിന്നും എന്നിലേക്ക് വരുന്ന സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഫ്ലോ നിരന്തരമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടാവുന്നില്ലേ?
അവർ ആരാണോ, എന്താണോ, എങ്ങനെയാണോ, തെറ്റുകൾ ചെയ്യുന്നുണ്ടോ, എനിക്ക് അനുകൂലമായി പെരുമാറുന്നുണ്ടോ, ഇല്ലയോ, അങ്ങനെ എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്നും അവരിലേക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹവും ആദരവും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഭാഗത്ത് നിന്നും അൺകണ്ടീഷണൽ ലവ് ആൻഡ് റെസ്പെക്റ്റ് ആണ് അവരിലേക്ക് പോകുന്നതെങ്കിൽ എന്നിൽ നിന്നും മറ്റെന്തെല്ലാമാണ് അവരിലേക്ക് എത്താതിരിക്കുന്നത് എന്നും നോക്കണം. നിരൂപാധികമായി നിങ്ങൾ നൽകുന്ന എല്ലാത്തിനും വിപരീതമായ കാര്യങ്ങളുമുണ്ട്. ഓപ്പോസിറ്റായ ആ കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അവർക്ക് നൽകുന്നില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതുക. അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, എന്തെങ്കിലും ചെയ്യുന്നു. എന്നാൽ താങ്കൾ അവർക്ക് അൺകണ്ടീഷണലായി, പരിമിതികളില്ലാത്ത ആദരവാണ് നൽകുന്നത്. അപ്പോൾ താങ്കളുടെ മാനസിക സ്ഥിതി എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാവും ഉള്ളത്? ഇനി പരിമിതികളില്ലാത്ത എന്നതിൻ്റെ ഓപ്പോസിറ്റായ കാര്യവും നോക്കാം. അവരെന്തെങ്കിലും പറഞ്ഞു, പ്രവർത്തിച്ചു. എന്നാൽ താങ്കളിൽ നിന്നും അവരിലേക്ക് എന്താണ് പോകുന്നത്? എന്താണ് അൺകണ്ടീഷണൽ എന്നും അതിൻ്റെ ഓപ്പോസിറ്റ് എന്നും നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനാവുന്നുണ്ടോ? ഇനി കണ്ടീഷണൽ അഥവാ പരിമിതികളുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം. വാട്ട് ഈസ് കണ്ടീഷണൽ? പരിമിതികൾ. എന്നാൽ നിങ്ങൾ എനിക്ക് അനുകൂലമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അതുപോലെ ആയാൽ മാത്രം ഞാൻ ഓക്കെയാണ്. നിങ്ങൾ സംസാരിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടിയും എൻ്റെ സഹപ്രവർത്തകരും ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന അതിരുകൾക്കുള്ളിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ സൃഷ്ടിക്കുന്ന ചിന്തകളിലൂടെ നിങ്ങളിലേക്ക് പ്യുവർ, പോസിറ്റീവ് ആൻഡ് പവർഫുൾ തോട്ട്സ് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് റെസ്പെക്റ്റ്. എന്നാൽ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും താങ്കളിൽ നിന്നും ഉണ്ടായാൽ പിന്നെ എന്നിൽ നിന്നും എങ്ങനെയുള്ള ചിന്തകളാണ് താങ്കൾക്ക് ലഭിക്കുക? വളരെയധികം വിമർശനങ്ങൾ നിറഞ്ഞ, ജഡ്ജ്മെൻ്റലായ, അസ്വസ്ഥതയും വേദനയും നിറഞ്ഞതുമായ, ദേഷ്യത്തിലുള്ള, അപ്സെറ്റായ ചിന്തകളാണ് താങ്കൾക്ക് ലഭിക്കുക. റിജക്റ്റഡ് ആൻഡ് ഇൻസെക്യൂറായ ചിന്തകൾ. അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ വരും, അല്ലേ? ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റിലുള്ള കാര്യങ്ങളുടെ വൈബ്രേഷൻസ് അവരിലേക്ക് പോകുമ്പോൾ എൻ്റെ സൈഡിൽ നിന്നും മറ്റെന്തെല്ലാമാണ് അവർക്ക് കിട്ടാതെ പോകുന്നത്? എന്തെല്ലാമാണ് എന്നിൽ നിന്നും അവർക്ക് കിട്ടാതെ പോകുന്നത്? ലവ് ആൻഡ് റെസ്പെക്റ്റ്. സ്നേഹവും ആദരവും അവരിലേക്ക് എത്തുന്നില്ല. എന്നാൽ ഓരോ തവണയും ഞാൻ അസ്വസ്ഥമാകുമ്പോഴും അവർക്ക് എൻ്റെ ഭാഗത്തു നിന്നും എന്താണ് ലഭിക്കുക? സ്നേഹവും ആദരവും ലഭിക്കുന്നില്ല, വേദന ലഭിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ എത്ര പേർ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടാറുണ്ട്? എല്ലാവരും ആശങ്കപ്പെടാറുണ്ട് എന്ന് പറയാനാവില്ല. എനിക്ക് അങ്ങനെയുള്ള ആശങ്കകൾ ഒന്നും തന്നെയില്ല. ഐ ഡോണ്ട് വറി. എല്ലാവരും എന്നൊരിക്കലും പറയരുത്. ഞാൻ എന്ന് പറയാനുള്ള ധൈര്യമാണ് ആദ്യം വേണ്ടത്. എല്ലാവരും എന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ടാവുക? എല്ലാവരും എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണ് എന്ന് പറയാനും തുടങ്ങും. ഇനി വിഷ്വലൈസ് ചെയ്യും. ഫാമിലിയിലെ ഒരു മെമ്പറിനെ മനസ്സിൽ കാണും. എന്നിട്ട് അവരെക്കുറിച്ച് ആശങ്കപ്പെടാൻ തുടങ്ങുക. വറി ചെയ്യുന്ന തോട്ട്സ്, ആശങ്ക നിറഞ്ഞ് ആകുലതയുടെ ചിന്തകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുക. ഇവൻ എന്താകും? ഇവൻ എന്ത് സംഭവിക്കും? ഇവൻ്റെ ഭാവി എന്താകും? എൻ്റെ കാലം കഴിഞ്ഞാൽ എന്താകും? സ്റ്റാർട്ട് വറിയിങ്. ഇത്തരത്തിലുള്ള ചിന്തകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വൈബ്രേഷൻസ് ഏത് ലെവലിലേക്കാണ് പോകാൻ ആരംഭിക്കുന്നത്? വൈബ്രേഷൻസ് 10ലേക്ക് എത്തുമോ അതോ 1ലേക്ക് എത്തുമോ? പറയും. 1ലേക്ക്. ഉറപ്പല്ലേ? ഇതൊരു വളരെ താഴ്ന്ന വൈബ്രേഷനിലുള്ള എനർജിയാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ട് അല്ലേ? ഇപ്പോൾ ഞാനത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഫലങ്ങൾ ഏറ്റവും ആദ്യം ലഭിക്കുന്നത് ആർക്കാണ്? എനിക്ക്.
എനിക്ക്, അല്ലേ? എന്നാൽ ഞാൻ ആർക്കു വേണ്ടിയാണോ ഈ ചിന്തകൾ ക്രിയേറ്റ് ചെയ്തത്, അതിൻ്റെ വൈബ്രേഷൻ അവരുടെ അടുത്തേക്ക് പോകുമോ? പോകും. ഞാൻ എങ്ങനെയുള്ള വൈബ്രേഷണൽ എനർജിയാണ് അവരുടെ അടുത്തേക്ക് അയക്കുന്നത്? ലോവർ വൈബ്രേഷണൽ എനർജി. സ്നേഹത്തിൽ എങ്ങനെയുള്ള വൈബ്രേഷണൽ എനർജിയാണുള്ളത്? ഹയർ വൈബ്രേഷണൽ എനർജി. വളരെ ഉയർന്ന വൈബ്രേഷൻസ് നിറഞ്ഞ ഊർജമാണ് സ്നേഹത്തിൽ അടങ്ങിയിട്ടുള്ളത്. എന്നാൽ ഞാനിപ്പോൾ സൃഷ്ടിച്ച വൈബ്രേഷണൽ എനർജി ആശങ്കയുടേതാണ്. എനിക്ക് നിങ്ങളോട് വളരെ സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. താഴ്ന്ന വൈബ്രേഷൻസിനെയും ഉയർന്ന വൈബ്രേഷൻസിനെയും നിങ്ങൾക്ക് ഒരേ സമയം നൽകാനാവില്ല. കുട്ടികളെക്കുറിച്ച് വറി ഉണ്ടാവുക തന്നെ ചെയ്യും, അല്ലേ? ശരി, നിങ്ങളുടെ അയൽക്കാരനോ ഫ്രണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ വന്ന് നിങ്ങളുടെ കുട്ടിയുടെ ഭാവി എന്താവുമെന്ന് ആർക്കറിയാം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? അവർ പറയുമ്പോൾ നമ്മൾ ശരിക്കും റിയാക്ട് ചെയ്യും. എന്നാൽ ഇതേ വാചകം നമ്മൾ സ്വയം പറയുന്നു, എന്നിട്ട് വറി ഉണ്ടാവില്ലേ എന്ന് പറയുകയും ചെയ്യുന്നു. മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കത് പരൂഷമായി തോന്നും. എന്നാൽ മുഴുവൻ ദിവസവും നിങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുകയും അതിനെയൊക്കെ ശരിയാണ് എന്ന് പറയുകയുമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ ഭാവി എന്താകുമെന്നറിയില്ല എന്ന് മറ്റാരെങ്കിലും പറഞ്ഞാൽ അതിലെന്ത് തെറ്റാണുള്ളത്? അവരും നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്നുണ്ട് എന്നല്ലേ അതിനർത്ഥം? നമ്മൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് എന്താണ് എന്ന് ശരിക്കും ഒന്ന് പരിശോധിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ഓരോ വൈബ്രേഷൻസും എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ സ്നേഹിക്കുന്നവർക്കായി എന്തിനാണ് ലോവർ എനർജി നൽകുന്നത്? എന്ത് സംഭവിക്കും എന്ന ചിന്തയാണ് ഇനി ചേഞ്ച് ചെയ്യേണ്ടത്. ലോ വൈബ്രേഷണൽ തോട്ട് നിന്നും ഹൈ വൈബ്രേഷണൽ തോട്ടിലേക്ക് ചേഞ്ച് ആവണം. കൺവേർട്ട് ഇറ്റ്. എന്താവും? അവൻ പഠിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? അവൻ പുറത്തു പോയാൽ എന്തുണ്ടാവും? ഇതൊക്കെ വളരെ താഴ്ന്ന നിലയിലുള്ള ചിന്തകളാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ ആ ആത്മാവിൻ്റെ ഭാഗ്യത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ ആത്മാവിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ ധാരാളം സംശയങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇതൊക്കെ വളരെ താഴ്ന്ന നിലയിലുള്ള ചിന്തകളാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ ആ ആത്മാവിൻ്റെ ഭാഗ്യത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ ആത്മാവിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ ധാരാളം സംശയങ്ങളാണ് സൃഷ്ടിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഈ ചിന്തയെ ഒരു ഹയർ വൈബ്രേഷണൽ തോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്തായാലും നല്ലതേ സംഭവിക്കൂ എന്നതാണ് ശരി. പക്ഷേ നമ്മൾ പറയേണ്ട വാചകം അതല്ല. അതിനേക്കാൾ വലിയൊരു ലൈനാണ് പറയേണ്ടത്. ഇറ്റ്സ് വെരി ഈസി. ആദ്യം എന്ത് സംഭവിക്കും എന്നറിയില്ല എന്നതിൽ നിന്നും നല്ലതു മാത്രമേ സംഭവിക്കൂ എന്നതിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ 1 നിന്നും 5 എത്തിക്കഴിഞ്ഞു. റാങ്ക് 5 എല്ലാം നല്ലതേ സംഭവിക്കൂ എന്നായി. ഇനി അതിനെ 10 എത്തിക്കണം. മൂന്നാമതായി, പെർഫെക്റ്റ് അല്ലാത്ത ഒന്നും തന്നെ താങ്കൾക്ക് സംഭവിക്കുകയില്ല. ഇത് 3 ചിന്തകൾ തന്നെയാണ്. ആദ്യത്തേത് എന്ത് സംഭവിക്കുമോ എന്നായിരുന്നു. പിന്നെ അത് എന്ത് വന്നാലും അത് നല്ലതായിരിക്കും എന്നായി മാറി. അവസാനം അത് താങ്കൾക്ക് എന്ത് വന്നാലും അത് പെർഫെക്റ്റ് ആയിരിക്കും എന്നതായി ഉയർന്നു. ഇവ 3 ചിന്തകളാണ്. ഇവയിൽ നിന്നും ഞാൻ ഏതാണോ ക്രിയേറ്റ് ചെയ്തത് അത് ഏറ്റവും ആദ്യം എൻ്റെ വൈബ്രേഷനായി മാറി. ഞാൻ ആ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ വൈബ്രേഷൻ മറ്റുള്ളവരിലേക്കും എത്തിച്ചേരാൻ തുടങ്ങി. അതേ എനർജി അവർക്കും കിട്ടാൻ തുടങ്ങി. അവരുടെ അടുത്തെത്തിയ ശേഷം അത് അവരുടെ വൈബ്രേഷൻ്റെ ഭാഗമായി മാറുന്നു. അതുകൊണ്ട് എങ്ങനെ വറി ചെയ്യാതിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം സ്വയം മനസ്സിലാക്കണം. നമ്മൾ എത്ര നേരം ആശങ്കയോടെ ഇരിക്കുന്നുവോ അത്രയും നേരം ഞാൻ ഏത് വൈബ്രേഷനിലായിരുന്നു നിന്നിരുന്നത്? വറി ചെയ്യുന്ന എനർജി എന്നിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അത് നിങ്ങളുടെ അവസ്ഥയെ മാത്രമേ ബാധിക്കുകയുള്ളൂ. എന്നാൽ ആ എനർജി എവിടേക്കാണ് പോകുന്നത്? ഇറ്റ്സ് ഗോയിങ് ടു ദെം.
അത് അവരിലേക്ക് എത്തുന്നു. എന്നിട്ട് അത് അവരുടെ അവസ്ഥയെ താഴ്ത്തുന്നു. നിങ്ങൾ പരിമിതികളില്ലാതെ അൺകണ്ടീഷണലായി സ്നേഹിക്കുന്നവരെയാണ് അത് ബാധിക്കുന്നത്. പരിമിതികളില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നിൽ നിന്നും 10 വൈബ്രേഷണൽ ഫ്രീക്വൻസി മാത്രമേ നിങ്ങളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് അതിനർത്ഥം. അപ്പോൾ വറി ചെയ്യുന്നത് നോർമലാണോ? പറയൂ, നോർമലാണോ? നോ, ഇറ്റ്സ് നോട്ട്. ഇറ്റ്സ് നോർമൽ ടു കെയർ. അൺകണ്ടീഷണൽ ആണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെക്ക് ചെയ്യണം. നമ്മുടെ മുന്നിൽ വരുന്ന സിറ്റുവേഷൻ എന്തായാലും താങ്കൾ എപ്പോഴും 10 ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനെയാണ് നമ്മൾ ആശീർവാദങ്ങൾ എന്ന് പറയുന്നത്. ബ്ലെസ് ദെം ഓൾവേസ്.